ദൈവസന്നിധിയിലായിരിക്കുന്ന ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ വികാരം എന്തെന്ന് ചോദിച്ചാൽ ഞാൻ പറയും സ്നേഹം എന്നാണ് ഉത്തരം. സ്നേഹം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് പരിമിതിയുള്ളതാണ്. എന്നാൽ ബൈബിൾ പരിചയപ്പെടുന്ന സ്നേഹം അത് പരിമിതിയില്ലാതെ മരണത്തിനും അപ്പുറമുള്ളതാണ്. സ്നേഹം എന്ന വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി ഞാൻ എൻ്റെ പ്രസംഗത്തെ 3 ഭാഗങ്ങളായി തരംതിരിക്കാൻ ആഗ്രഹിക്കുന്നു. 1. ദൈവം ലോകത്തെ സ്നേഹിച്ചു. യോഹന്നാൻ 3:16 പ്രകാരം പറയുന്നു, ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്നാണ്. അതിനർത്ഥം ദൈവം ലോകത്തിലുള്ള മനുഷ്യരെ സ്നേഹിച്ചു എന്നാണ്. ഇവിടെ സ്നേഹം എന്നതിന് അഗാപ്പ എന്നാണ് യോഹന്നാൻ ഉപയോഗിച്ചത്. സ്വാർത്ഥതയില്ലാത്ത സ്നേഹമാണ് ആ വാക്കിനർത്ഥം. അതായത് ഒന്നും തിരിച്ച് പ്രതിഫലമായി ദൈവം നമ്മെ സ്നേഹിച്ചു. ആ സ്നേഹം കാരണം ദൈവം തന്റെ പുത്രനെ നമുക്ക് വേണ്ടി ക്രൂശിൽ യാഗമാക്കുവാൻ നൽകി. 2. ദൈവം സഭയെ സ്നേഹിച്ചു. എഫെസ്യർ 5:22-33 വരെയുള്ള വാക്യങ്ങൾ. ഭാര്യയുടെയും ഭർത്താവിന്റെയും സ്നേഹം പോലെയാണ് കർത്താവ് സഭയെ സ്നേഹിക്കുന്നതും കർത്താവ് സഭയെ പോറ്റി പുലർത്തുന്നതും. കാൽവരിയിൽ ജീവൻ തന്നുകൊണ്ട് മാത്രം കർത്താവിന്റെ സ്നേഹം തീർന്നില്ല. 3. നമ്മൾ പരസ്പരം സ്നേഹിക്കണം. യോഹന്നാൻ 5:27 പറയുന്നു, കർത്താവ് നമ്മളെ സ്നേഹിച്ചതുപോലെ നമ്മൾ പരസ്പരം സ്നേഹിക്കണം. അതായത് സ്വാർത്ഥത ഒട്ടുമില്ലാതെ നമ്മൾ അന്യോന്യം സ്നേഹിക്കണം. ആത്മാവിന്റെ ഫലമാണ് സ്നേഹം. അത് ദൈവത്തിൽ നിന്ന് ആരംഭിച്ച് നമ്മളിൽ കൂടി മറ്റുള്ളവരിലേക്ക് ഒഴുകേണ്ടതാണ്. ദൈവം